ഒരു ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് വന്നിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്നും കാണാതായ പെൺകുട്ടിയെ കണ്ടെത്തിയിരിക്കുകയാണ്. വിശാഖപട്ടണത്ത് നിന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. 37 മണിക്കൂറുകൾക്ക് ശേഷമാണ് പെൺകുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നത്. വിശദാംശങ്ങളുമായി വിഷ്ണു ചേരുന്നു. വിഷ്ണു, ഏറെ സന്തോഷകരവും അതുപോലെ തന്നെ ആശ്വാസകരവുമായ ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 37 മണിക്കൂറുകൾക്ക് ശേഷം ഇപ്പോൾ കാണാതായ പെൺകുട്ടിയെ കണ്ടെത്തിയിരിക്കുകയാണ്. സുരക്ഷിതമായ സാഹചര്യത്തിൽ നിന്നാണോ പെൺകുട്ടിയെ കണ്ടെത്തിയത്, വിഷ്ണു? തീർച്ചയായിട്ടും അനുപ്രിയ, അത്തരത്തിലുള്ള ഒരു സുരക്ഷിതമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും വീട്ടിൽ നിന്ന് പിണങ്ങി ഇറങ്ങിപ്പോയ ഈ കുട്ടിയെ പോലീസിന്റെ സഹായത്തിനടക്കം വലിയ ഒരു അന്വേഷണം നടന്നതിന് ശേഷം ഒടുവിലാണ് മലയാളികളുടെ കയ്യിൽ തന്നെയാണ് കുട്ടിയെ കിട്ടിയതെന്നാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. കാണാതായ കുട്ടിയെ വിശാഖപട്ടണത്തു നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. താമ്പരം എക്സ്പ്രസ് ട്രെയിനിൽ നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നത്. വാർത്തയൊക്കെ വലിയ രീതിയിൽ വ്യാപകമായി എല്ലായിടത്തും എത്തിയതോടെ തന്നെയാണ് എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു. മലയാളി അസോസിയേഷൻ പ്രതിനിധികളാണ് കുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നത്. 37 മണിക്കൂറിന് ശേഷമാണ് ഇപ്പോൾ കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നത്. ഏതായാലും ഭക്ഷണം പോലും കഴിക്കാതിരുന്ന ഒരു സാഹചര്യമായിരുന്നു കുട്ടി. അതുകൊണ്ട് ചെറിയ രീതിയിലുള്ള ക്ഷീണമെല്ലാം ഉണ്ട്. ഏതായാലും കുട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് തന്നെയാണ് കണ്ടെത്തിയവരെല്ലാം അറിയിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു സാഹചര്യം തന്നെ, ആഹാരം കഴിക്കാത്തത് കൊണ്ട് മാത്രം ക്ഷീണതയാണെന്നുള്ള ഒരു കണക്കൂട്ടൽ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അത്തരത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ് എന്ന് കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായാലും കുട്ടിയെ വളരെ വേഗത്തിൽ തന്നെ കണ്ടെത്താൻ സാധിച്ചു. 37 മണിക്കൂറിന് ശേഷം ആ ഫലം കണ്ടെത്തി. വലിയ രീതിയിലുള്ള വ്യാപകമായ അന്വേഷണമാണ് ഈ മലയാളികൾ അടക്കം ഉൾപ്പെട്ട് നടത്തിയത്. പോലീസിനൊപ്പം തന്നെ വലിയ സഹകരണത്തോടെയാണ് എല്ലാവരും ഈ കാര്യത്തെ ഉറ്റുനോക്കിയിരുന്നത്. അതിന്റെ ഒരു ഫലമായി തന്നെയാണ് മലയാളികളുടെ കയ്യിൽ തന്നെ ഈ ആന്ധ്രാപ്രദേശിൽ നിന്നും ഈ കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചത്. അത്രയും വലിയൊരു നേട്ടമായി തന്നെയാണ് കണക്കാക്കുന്നത് അനുപ്രിയ. തന്നെയാണ് വിഷ്ണു. അതായത് മലയാളി സമാജം പ്രവർത്തകരാണ് കുട്ടിയെ കണ്ടെത്തിയത്. അത് തന്നെ വലിയൊരു ആശ്വാസമുള്ള ഒരു വാർത്തയാണ്. മലയാളികൾ തന്നെയാണ് കുട്ടിയെ കണ്ടെത്തിയത്. അതായത് താമ്പരം എക്സ്പ്രസ് ട്രെയിനിൽ നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയതെന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 37 മണിക്കൂറായി പോലീസ് ഈ കുട്ടിക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ്. ഇപ്പോൾ മലയാളി സമാജം പ്രവർത്തകർ കേരള പോലീസിനെ അറിയിക്കുകയായിരുന്നു. അത് സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ എന്താണ്, വിഷ്ണു? തീർച്ചയായും കുട്ടിയെ കണ്ടെത്തിയ ഉടനെ തന്നെ വിവരങ്ങൾ അറിയിക്കുകയുണ്ടായി. ഏതായാലും കുട്ടി സുരക്ഷിതയാണ് എന്നുള്ള ഒരു വിവരം തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇനി ഏതായാലും ഈ കുട്ടിയെ ഈ കണ്ടെത്താനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. ഏതായാലും കുട്ടിയെ പോലീസിന് ഇനി കൈമാറേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയാണ് ബാക്കിയുള്ളത്. ഏതായാലും കുട്ടിയെ പോലീസ് അടക്കം വലിയ അന്വേഷണത്തിനൊടുവിലാണ് കണ്ടെത്താൻ സാധിക്കുന്നത്. ഏതായാലും ശക്തമായ ഒരു അന്വേഷണം തന്നെയാണ് പുരോഗമിച്ചിരുന്നത്. ഇപ്പോൾ ഒടുവിൽ ഒരു ഫലം കണ്ടിരിക്കുന്നു, കുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നു. ഇനി കുട്ടിയെ സുരക്ഷിതമായി വീട്ടിലെത്തിക്കുക എന്നുള്ളൊരു ദൗത്യം മാത്രമാണ് ബാക്കിയുള്ളത്. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാലും ആരോഗ്യനില കണ്ടെത്താൻ മാത്രമുള്ള മറ്റ് കാര്യങ്ങൾ കൂടി, അതായത് പ്രാഥമിക ശുശ്രൂഷ കൂടി നൽകേണ്ട ഒരു സാഹചര്യമുണ്ട്. അതെന്തായാലും നൽകിയിട്ട് തന്നെയായിരിക്കും ബാക്കിയുള്ള നടപടികൾ പുരോഗമിക്കുക. വിഷ്ണു, അതായത് ഇപ്പോൾ ഈ കുട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല, എന്നാൽ മണിക്കൂറോളം ആഹാരമൊന്നും കഴിച്ചില്ല, അതുകൊണ്ട് ക്ഷീണിതയാണെന്ന് വിഷ്ണു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ കുട്ടിയെ കാണാനില്ല എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം വ്യാപകമായ തിരച്ചിലായിരുന്നു സംഭവിച്ചുകൊണ്ടിരുന്നത്. കേരളം ഒന്നാകെ ഈ കുട്ടിയുടെ മടങ്ങിവരവിനായി കാത്തിരിക്കുകയായിരുന്നു. നമ്മളെല്ലാം കണ്ടതാണ്, മാതാപിതാക്കൾ വളരെയധികം വേദന അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, ഈ കുട്ടിയുടെ കുടുംബത്തിനെതിരെയും വ്യാപകമായ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ഈ കുട്ടിയുടെ അമ്മ രണ്ടാനമ്മയാണെന്നും ആ രണ്ടാനമ്മ ഈ കുട്ടിയെ അടിച്ചത് കൊണ്ടാണ് കുട്ടി ഇറങ്ങിപ്പോയതെന്നും, മാത്രമല്ല ഈ കുട്ടിയുടെ ജ്യേഷ്ഠന്റെ അടുത്തേക്കായിരുന്നു പോകാൻ തീരുമാനിച്ചതെന്നും, ജ്യേഷ്ഠൻ ഇപ്പോൾ ബംഗളൂരുവിലാണ് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും ഈ കുട്ടി എങ്ങോട്ടാണ് പോകാൻ തീരുമാനിച്ചത്? ഈ കുട്ടിയുടെ ഒരു ടാർഗറ്റ് പ്ലേസ് എന്തായിരുന്നു? അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാണോ? അനുപ്രിയ, കുട്ടി എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ള ഒരു നിശ്ചയം ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യമാണ് നേരത്തെ തന്നെ അറിയിച്ചിരുന്നത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ഇനി കുട്ടിയുടെ മൊഴി കൂടി പോലീസിന് ലഭിച്ചതിന് ശേഷമായിരിക്കും കാര്യവിവരങ്ങൾ അറിയുന്നത്. ഏതായാലും കുട്ടി നിലവിൽ പ്രതികരിച്ചിരിക്കുന്നത് ഈ പ്രത്യേകിച്ചും ഉള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഈ കുട്ടി വീട്ടിൽ നിന്ന് പിണങ്ങി ഇറങ്ങി എന്നുള്ള കാര്യം തന്നെയാണ്. അത് തന്നെയാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. വീട്ടിൽ നിന്ന് പിണങ്ങിയത് കൊണ്ട് മാത്രം ഇറങ്ങിപ്പോയി ട്രെയിനിൽ കയറി യാത്ര ചെയ്തു എന്നുള്ളതാണ്. ഈ കുട്ടിയുടെ യാത്രാ രീതി വെച്ചിട്ട് അസമിലേക്കുള്ള മടക്കം തന്നെയായിരുന്നു ഇത് എന്ന് വ്യക്തമാണ്. ഏതായാലും ആ റൂട്ടിലേക്ക് തന്നെയാണ് യാത്ര ചെയ്തിരുന്നത്. പോലീസ് കൃത്യമായിട്ട് അന്വേഷിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉന്നയിച്ചിരുന്നു. കൃത്യമായ വിവരങ്ങൾ പലയിടത്തും കൈമാറിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മലയാളികൾക്ക് ഈ കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചത്. ഏതായാലും വളരെ വൈകാതെ തന്നെ പോലീസിനെ കുട്ടിയെ കൈമാറും. അതിനുശേഷം നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ ആരംഭിക്കും. അടുത്ത
വിഷ്ണു, അതായത് ഈ കുട്ടിക്ക് ആസാമീസ് ഭാഷയല്ലാതെ മറ്റു ഭാഷകളൊന്നും തന്നെ അറിയുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ മലയാളി സമാജം പ്രവർത്തകർ, ഒരുപക്ഷെ നമ്മുടെ മാധ്യമങ്ങളെല്ലാം ഇതിൽ വലിയൊരു പങ്ക് നിർവഹിച്ചിട്ടുണ്ട്. അത്രത്തോളം അപ്ഡേഷൻസ് ആയിരുന്നു മാധ്യമങ്ങളെല്ലാം ഈ കുട്ടിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് നിരന്തരം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെയും കൂടി ഫലം കൂടിയല്ലേ ഇപ്പോൾ ഈ കുട്ടിയെ കണ്ടെത്താൻ സഹായകരമായത്? കാരണം മലയാളി അസോസിയേഷൻ പ്രവർത്തകരാണ് ഈ കുട്ടിയെ കണ്ടെത്തിയത്. തീർച്ചയായിട്ടും കുട്ടിയെ കണ്ടെത്തിയത് മലയാളി അസോസിയേഷൻ പ്രവർത്തകർ തന്നെയാണ്. അതിലെന്തായാലും ഒരു മാറ്റവുമില്ല. പക്ഷേ ഈ കുട്ടിക്ക് ഭാഷ അറിയാത്തത് ഒരു വലിയ പ്രതിസന്ധി ആയിരുന്നു എന്നുള്ള കാര്യമാണ്. പക്ഷേ ഇപ്പോൾ നിലവിൽ കുട്ടി ട്രെയിനിനുള്ളിലാണ് ഉണ്ടായിരുന്നത്. വലിയ രീതിയിൽ പലയിടങ്ങളിലുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി തന്നെ കുട്ടി പോകാൻ സാധ്യതയുള്ള ട്രെയിനിനെ കുറിച്ചുള്ള വിവരം പുറത്തുണ്ടായിരുന്നു. കുട്ടി എങ്ങോട്ടാണ് പോയതെന്നടക്കമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പലരും തിരച്ചിലിൽ പങ്കാളികളായി എന്ന് വേണം പറയാൻ. അതോടൊപ്പം കുട്ടി ട്രെയിനിനുള്ളിലെ ബർത്തിൽ കിടക്കുകയായിരുന്നു എന്നാണ് അറിയുന്നത്. അതിനുശേഷമാണ് കുട്ടിയെ കണ്ടെത്തി പുറത്തേക്ക് കൊണ്ടുവന്നത്. കുട്ടിയുടെ വസ്ത്രം ധരിച്ചിരുന്ന ഏതാണെന്ന് മലയാളികൾക്ക് അറിയാം. വലിയ രീതിയിലുള്ള ഒരു പ്രചാരണം ഇതിലുണ്ടായിരുന്നു. കുട്ടിയെ കാണാതായതിനു ശേഷം കുട്ടിയുടെ ഫോട്ടോ അടക്കം മാധ്യമങ്ങളിലെല്ലാം വന്നത് തന്നെ എല്ലാവർക്കും കാണുമ്പോൾ തന്നെ മനസ്സിലാക്കുന്ന വിധത്തിലേക്ക് പോയിരുന്നു. ആകെ ഒരു വ്യത്യസ്തമായുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫോട്ടോയിൽ കണ്ടതിനേക്കാൾ കുറച്ചുകൂടി ക്ഷീണം കുട്ടിക്കുണ്ടായിരുന്നു. അതായത് ഭക്ഷണം കഴിക്കാതെ യാത്ര ചെയ്തതിന്റെയാണ്. പക്ഷേ വീട് വിട്ടിറങ്ങിയ വാശിയിൽ തന്നെയാണ് യാത്ര തുടർന്നതെന്നുള്ള രീതിയിൽ തന്നെയാണ് കുട്ടി മറുപടി നൽകിയിരിക്കുന്നത്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ വിശദമായി അറിയണമെങ്കിൽ തീർച്ചയായിട്ടും കുട്ടിയുടെ മൊഴി എടുക്കേണ്ടതുണ്ട്. ഏതായാലും പോലീസ് എത്തി കുട്ടിയുടെ മൊഴിയെടുത്ത് അതിനുശേഷം കൃത്യമായ നടപടിക്രമങ്ങളിലൂടെ ആയിരിക്കും ബാക്കി കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നത്. വിഷ്ണു, അതായത് ഇപ്പോൾ വീട്ടിൽ നിന്ന് പിണങ്ങി ഇറങ്ങിയെന്നാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കിനി കുട്ടിയുടെ മൊഴി കിട്ടിയതിന് ശേഷം മാത്രമേ ഈ വീട് വിട്ടിറങ്ങാനുള്ള കാരണം എന്താണെന്ന് വ്യക്തമാവുകയുള്ളൂ. സാധാരണഗതിയിൽ ഇത്തരത്തിലൊരു സംഭവം നടക്കുമ്പോൾ പോലീസ് നടപടികൾ എന്തൊക്കെയായിരിക്കും? തീർച്ചയായും കുട്ടിയുടെ മൊഴിയെടുക്കണം. മാത്രമല്ല, ഒരു വിദഗ്ധമായ ഒരു കൗൺസിലിംഗ്, അത്തരം സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തേണ്ടതല്ലേ? വിഷ്ണു, കുട്ടിയെ കേൾക്കാമോ? തീർച്ചയായിട്ടും ഇനി പോലീസ് കണ്ടെത്തേണ്ടതുണ്ട്. പോലീസിന്റെ അടുത്ത് കൈമാറണം. കുട്ടിയെ റെയിൽവേ പോലീസിന് ഇപ്പോൾ കൈമാറി എന്നുള്ള വിവരമാണ് വരുന്നത്. കുട്ടിയെ റെയിൽവേ പോലീസിലേക്ക് കൈമാറിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഇനി നാട്ടിൽ നിന്ന് പോകുന്ന പോലീസിന് കുട്ടിയെ കൈമാറേണ്ട നടപടിക്രമങ്ങളുണ്ട്. അതിനുശേഷം കുട്ടിക്ക് പ്രധാനമായും കൊടുക്കേണ്ടത് ഇപ്പോൾ പ്രാഥമികമായിട്ടുള്ള ഒരു ചികിത്സയാണ്. അതിനുശേഷം തന്നെയായിരിക്കും മറ്റെന്ത് കാര്യങ്ങളിലേക്കും കടക്കുക. ഏതായാലും പോലീസിന്റേതായ നടപടിക്രമങ്ങളുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയായിരിക്കും കാര്യങ്ങൾ ഉണ്ടാകുന്നത്. അതിനുശേഷം നാട്ടിലെത്തിച്ച് കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ബോധ്യമാക്കിയതിനു ശേഷമായിരിക്കും കൗൺസിലിംഗ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. ഏതായാലും കുട്ടിയുടെ മൊഴി പരിശോധിക്കും. കുട്ടി പിണങ്ങി ഇറങ്ങിയതാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നം വീട്ടിൽ നിന്ന് നേരിട്ടിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ കുട്ടിയുടെ മൊഴിയുടെ ഭാഗമായി ഉണ്ടാകും. ഏതായാലും അതും വ്യക്തമാക്കേണ്ടതുണ്ട്. ഏതായാലും കൃത്യമായി ഇനി നാട്ടിലെത്തി കഴിഞ്ഞാൽ മാത്രമല്ല ഈ കുട്ടിയെ കേരള പോലീസ് ഏറ്റുവാങ്ങിയതിനു ശേഷം തന്നെയായിരിക്കും ബാക്കി എന്ത് കാര്യത്തിനും നടപടി സ്വീകരിക്കുക. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ഇന്നലെ രാവിലെ 9 മണി മുതൽ കാണാതായ അസം സ്വദേശിനിയായ 13-കാരി പെൺകുട്ടിയെ കണ്ടെത്തിയിരിക്കുകയാണ്. കുട്ടിയുടെ ചിത്രങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. ഒപ്പം തന്നെ വിശാഖപട്ടണത്ത് നിന്നാണ് കുട്ടിയെ 37 മണിക്കൂർ നേരത്തെ തിരച്ചിലിനൊടുവിൽ കണ്ടെത്തിയിരിക്കുന്നത്. ട്രെയിനിനുള്ളിലെ ബർത്തിൽ ഉറങ്ങുന്ന നിലയിലായിരുന്നു പെൺകുട്ടി. ട്രെയിനിലുണ്ടായിരുന്ന മലയാളി അസോസിയേഷൻ പ്രതിനിധികളാണ് കുട്ടിയെ കണ്ടെത്തിയത്. കുട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും അസോസിയേഷൻ പ്രതിനിധികൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഏതായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസം നൽകുന്ന വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അസം സ്വദേശി, തിരുവനന്തപുരത്ത് നിന്നും കാണാതായ 13-കാരിയായ അസം സ്വദേശി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. വിശാഖപട്ടണത്ത് നിന്നുമാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് മലയാളി അസോസിയേഷൻ പ്രവർത്തകരാണ് കുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ കുട്ടിയെ റെയിൽവേ പോലീസിന് കൈമാറിയിട്ടുണ്ട്. താമസിയാതെ തന്നെ കേരള പോലീസിന് കൈമാറും. കേരള പോലീസിന് കൈമാറിയതിനു ശേഷം കുട്ടിയുടെ മൊഴി എടുത്തതിന് ശേഷം മാത്രമേ എന്തിനാണ് കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് വ്യക്തമാവുകയുള്ളൂ. മാതാപിതാക്കളുടെ മൊഴി പ്രകാരം കുട്ടിയെ വഴക്കു പറഞ്ഞതിൽ പിണങ്ങിയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതെന്നുള്ള വാർത്തകൾ